नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ രീതിബദ്ധ കവിധാരയിലെ മധ്യറാം, സേനാപതി, ദേവ് എന്നിവരുടെ രചനകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കേശവദാസും ചിന്താമണിയും പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ മധ്യറാമും സേനാപതി, ദേവ് എന്നിവരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മധ്യറാം ചിന്താമണിയുടെ ഭായിയായിട്ട് രത്നാകർ ത്രിപാഠിക്ക് 4 മക്കളായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ചിന്താമണി, മധ്യറാം, ഭൂഷൺ, ജടാശങ്കർ. അതിൽ 3 പേരും കവിമാരാണ്. ജടാശങ്കർ മാത്രം എന്തല്ല, കവിയല്ല. അപ്പോൾ ചിന്താമണിയുടെ ഭായിയായിട്ട് വരും മധ്യറാം. പിന്നെ മധ്യറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മധ്യറാമിന് ഒരുപാട് രാജാക്കന്മാരുടെ ആശ്രയത്വത്തിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ വളരെ സുന്ദരവും സുകുമാറും ലളിതവുമായിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കേശവദാസിനെ നമ്മൾ ഇന്നലെ പറഞ്ഞു കവിയേക്കാൾ അധികം ആചാര്യനാണ്, അല്ലെ? കവിസെ ബഡ്കർ ആചാര്യത്തെ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അപ്പോൾ ആ കാവ്യ നിരൂപണം ചെയ്തതുകൊണ്ട് കേശവദാസ് എന്തായിരുന്നു? ആചാര്യനായിരുന്നു, കവിയേക്കാൾ അധികം ആചാര്യനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മധ്യറാമിൻ്റെ കാര്യത്തിൽ പറയുന്നത് ആചാരത്വത്തിനേക്കാൾ ആചാര്യൻ എന്നതിലുപരി അദ്ദേഹത്തിൽ കാണുന്നത് കവിത്വ ശക്തിയാണ് എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്യ രീതികാലിലെ മറ്റുള്ള കവിമാരെ പോലെ രചനകളിലൊന്നും ഒരു കൃത്രിമവും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് മധ്യറാം എന്നും പറയപ്പെടുന്നുണ്ട്. മധ്യറാമിൻ്റെ പ്രമുഖ രചനകളാണ് ലളിത് ലലാം. നമ്മൾ ആദ്യം പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലളിത് ലലാം. രസരാജ്, ഫൂൽമഞ്ജരി, സത്സേ, അലങ്കാർ പഞ്ചാശിക, വൃത്ത് കൗമുദി, ലക്ഷൻ ശൃംഗാർ, സാഹിത്യസാർ. അപ്പോൾ ഇത്രയും രചനകൾ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മധ്യറാമിൻ്റെ രചനകളാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സേനാപതിയുടെ രചനകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സേനാപതിയെ കുറിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു 2 രചനകളേ ഉള്ളൂ, അതൊന്നും മനസ്സിലാക്കി വെക്കുക. കാവ്യകൽപദ്രം, കവിത്വരത്നാകർ. അതായത് കാവ്യകൽപദ്രവും കവിത്വരത്നാകറും സേനാപതിയുടെ രചനകളാണ്. കാവ്യകൽപദ്രവും കവിത്വരത്നാകർ 2 രചനകളാണ് സേനാപതിയുടേതായിട്ട് വരുന്നത്. നെക്സ്റ്റ് ദേവാണ്. ദേവിൻ്റെയും രചനകളാണ് നമ്മൾ പഠിക്കുന്നത്. രസ്വിലാസ്, ഭാവവിലാസ്, ഭവാനി വിലാസ്, കുശൽ വിലാസ്, അഷ്ടയാം, സുജൻ വിനോദ്, പ്രേം ദീപിക, പ്രേംചന്ദ്രിക, ശബ്ദരസായൻ, കാവ്യരസായൻ. അപ്പോൾ ഒരുപാട് വിലാസങ്ങളാണ് ദേവിൻ്റെ രചനകളിൽ വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രസ്വിലാസ്, ഭാവവിലാസ്, ഭവാനി വിലാസ്, കുശൽ വിലാസ്, അഷ്ടയാം, സുജാൻ വിനോദ്, പിന്നെന്തൊക്കെയാണ്? പ്രേം ദീപിക, പ്രേംചന്ദ്രിക, ശബ്ദരസായൻ, കാവ്യരസായൻ. അപ്പോൾ 2 രസായൻ വന്നിട്ടുണ്ട്, അല്ലേ? ശബ്ദരസായനും കാവ്യരസായനും. പിന്നെ ഒരു 4 വിലാസങ്ങൾ വന്നിട്ടുണ്ട്. രസ്, ഭാവ്, ഭവാനി, അല്ലേ? രസ് വിലാസ്, ഭാവവിലാസ്, ഭവാനി വിലാസ്, കുശൽ വിലാസ് എന്നിങ്ങനെ 4 വിലാസങ്ങളും ദേവിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമ്മൾ തിരിച്ചറിയാം, വിലാസങ്ങളും രസായനും ദേവിൻ്റെ രചനകളിലാണ് വരുന്നത് എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ രചനകളൊക്കെ തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതോടെ നമ്മളെ രീതികാലിലെ രീതിബദ്ധ കാവ്യധാര ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ രീതിസിദ്ധ കാവ്യധാരയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.